ഹലോ, ടാബി എംബ്ലൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു പ്രോബ്ലം സോൾവിങ് ആണ്. ഇത് ഓൾറെഡി ഒരു സ്റ്റിച്ചഡ് ടോപ്പാണ്, ചുരിദാർ ടോപ്പ്. എനിക്കിത് കിട്ടിയതാണ്, ഒരു കസ്റ്റമർ തന്നതാണ്. ഇതിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇട്ട് കഴിയുമ്പം ഇതിൻ്റെ ലൈനിങ്, ഇതാ സ്ലിറ്റിൻ്റെ അവിടെയുള്ള ലൈനിങ് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കും. അതായത് ഞാൻ കാണിച്ചു തരാം. ഇത് ഓൾറെഡി സ്ലിറ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ മറിഞ്ഞൊക്കെ കിടക്കണേ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ പുറത്തേക്ക് വരും. ഈ ലൈനിങ് ഇങ്ങനെ പുറത്തേക്ക് വരും. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീതി, ലൈനിങ്ങിൻ്റെ വീതി എന്ന് പറയുന്നത് ഈ ടോപ്പിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ വീതിനേക്കാളും കൂടുതലുണ്ട്. ഒരു 1.5-2 ഇഞ്ചോ അതിൽ കൂടുതലുണ്ട് കേട്ടോ. 2-2.5 ഇഞ്ച് കൂടുതലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ റെഡിമെയ്ഡ് ആണോ എന്നറിയത്തില്ല. ആക്ച്വലി ഈ മെറ്റീരിയൽ ഇങ്ങനെ വലിയുന്നൊരു മെറ്റീരിയൽ, അത്യാവശ്യം വലിഞ്ഞ് പോകുന്നൊരു മെറ്റീരിയൽ ഇത്, അങ്ങനത്തെ ഒരു ക്ലോത്താണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ തുണി വെട്ടിയപ്പോൾ വന്നൊരു മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും നമുക്കിത് നമ്മുടെ കയ്യിൽ ഒരാളെ ഏൽപ്പിച്ചിരുമ്പോൾ നമ്മളതിന് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പം ഞാനിത് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിനി സ്ലിറ്റൊക്കെ അഴിച്ച് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. ഓൾറെഡി ഇവിടെ ഒരു സ്റ്റിച്ചൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്ലിറ്റ് അഴിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആവില്ല. അപ്പോൾ അതിന് ഞാൻ വിചാരിച്ചത് ചെറിയൊരു ടക്ക് പോലെ ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ നിങ്ങളും അങ്ങനെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്, എനിക്കറിയത്തില്ല എല്ലാവരും എങ്ങനെയാണോ ചെയ്യുന്നതെന്നുള്ളത്. എനിക്കിത് കണ്ടപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് മനസ്സിൽ വന്നത്. ചെയ്ത് നോക്കാം ശരിയാകുമെന്ന്. അതായത് ഇതിന് എക്സസ് ആയിട്ട്, മീൻസ് അധികമായിട്ട് എന്തോരം തുണി ഉണ്ടെന്ന് നോക്കാം. ലൈനിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ഏകദേശം ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഇതുണ്ട്, ഇത്രയും തുണി ശരിക്കും ഇതിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഇത്രയും തുണി അധികമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും തുണി നമുക്ക് എന്ത് ചെയ്യാം, ഈ നടുക്കത്തെ പോർഷനിൽ പയ്യെ ഒന്ന്, തുണി അധികം വലിഞ്ഞൊന്നും പോകരുത്, വലിഞ്ഞു പോകാതെ എങ്ങനെയാണോ കിടക്കുന്നത് ആ രീതിക്ക് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ടക്ക് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും അങ്ങനെ ഒന്ന് അടിച്ച് നോക്കാം കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. കംപ്ലീറ്റ് നമുക്കങ്ങനെ അടിച്ച് പോകാനൊന്നും പറ്റില്ല, നമുക്ക് ഇത്രയും ഒന്ന് അടിച്ച് നോക്കാം. അപ്പോൾ ആ സ്ലിറ്റ് ഏകദേശം ആ സ്ലിറ്റിൻ്റെ നീളത്തിന് തന്നെ നമുക്കിങ്ങനെ ഒന്ന് അടിച്ച് നോക്കാം. അടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് ശരിയാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മൾ ഒത്തിരി വലിച്ച് ഇങ്ങനെ നീട്ടിയൊന്നുമില്ല കേട്ടോ, കാരണം ഇത് ഇത്രയും വലിയൊരു തുണിയാണ്. തുണി എങ്ങനെയാണ്, തുണിയുടെ സ്വഭാവം അനുസരിച്ച് തന്നെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ലൈനിങ് അത്ര ചെറുതാക്കാൻ വേണ്ടി നമ്മൾ ഉള്ളിൽ ഇങ്ങനൊരു ടക്ക് പോലെ ഇങ്ങനെ അങ്ങ് നമുക്ക് തയ്ച്ച് കൊടുത്ത് നോക്കാം ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് തയ്ച്ചിട്ട് നോക്കാം അല്ലേ. കാര്യം ലൈനിങ് ആണേലും നമ്മൾ പുറത്തേക്കൊരു വർക്ക് ചെയ്ത് കൊടുക്കുമ്പം അതേ സെയിം നൂലിട്ട് കൊടുക്കുന്നതാണല്ലോ ഇതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നൂലൊക്കെ മാറ്റിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാവേ. അപ്പോൾ നമുക്ക് തയ്ച്ച് നോക്കാം അല്ലേ. കണ്ടോ, ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. ഓക്കെ ആയില്ലേ. കണ്ടോ, ഇത് ഈ തുണിയുടെ ഒരു മിസ്റ്റേക്കാണ്. കാരണം ആ ലൈനിങ് ഉള്ള അത്രയും പോർഷൻ കഴിഞ്ഞിട്ട് ഇതുണ്ട് ചുരുങ്ങി കിടക്കുന്നത്. ഇത് ആക്ച്വലി കുറച്ചും കൂടി വീതിക്ക് ഈ തുണി എടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അങ്ങനെ ചുരുക്കി എടുക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ പുറത്തേക്ക് വരത്തില്ല എന്ന് നമുക്ക് വിചാരിക്കാം. കണ്ടോ, ഇങ്ങോട്ടൊന്നും അങ്ങനെ കുഴപ്പമില്ല. ആ ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. പുറത്തേക്ക് വരാനില്ല, കാരണം നമുക്ക് പുറത്തേക്ക് വരാനുള്ള തുണി നമ്മൾ അകത്തിങ്ങനെ തയ്ച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇനി പുറത്തേക്ക് വരില്ല കേട്ടോ. നമുക്ക് ഇവിടെയും അത്ര തന്നെ, നമുക്ക് ഇവിടെയും നോക്കാം നമുക്ക് എത്ര വരും എന്നുള്ളത്. വേണ്ട, ഇവിടെയും നോക്കുമ്പോൾ ഇത്രയും തുണിയാണ് ഇങ്ങനെ കിടക്കുന്നത്. കറക്റ്റായിട്ട് നല്ല വശം തന്നെ ഇട്ട് വെക്കാം. ഇവിടെ ഓൾറെഡി ഇങ്ങനെ ഒരു ചുരുക്കമുണ്ട് ഇതിന്. അപ്പോൾ അവരെന്തായാലും എൻ്റെ അടുത്ത് പറഞ്ഞ് പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. പക്ഷേ സ്ലിറ്റിന് പ്രശ്നമുണ്ട്, അത് ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി ആ ലൈനിങ് പീസ് എന്തായാലും വെളിയിലേക്ക് വരില്ല കേട്ടോ. അതാ ലൈനിങ് ഞാൻ ജസ്റ്റ് വലിച്ചു നോക്കിയപ്പോഴും വെളിയിലേക്ക് വരില്ലതുണ്ടോ. ഇത് ഇവിടെയും വലിച്ചാലും ഇതുണ്ടോ വെളിയിലേക്ക് വരത്തില്ല. ബാക്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഇതാ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ
ഈ മെത്തേഡൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് റിസൾട്ട് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ ഇത് തന്നെ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അതും ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.